ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമുക്കറിയാം, നമ്മുടെ കേരളം മൊത്തം കണ്ണീരോടെ കാത്തിരിക്കുന്ന അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അതായത് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ ഉണ്ടായ ഒരു വൻ ദുരന്തം എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടെയുള്ള എന്താ പറയുക, അവിടെയുള്ള അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇന്ന് ആ ചെറുപ്പക്കാരൻ ഇത്രയും ദിവസമായിട്ടും ആ മണ്ണിനടിയിൽ കിടക്കുന്നത്. അപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് പോലും സത്യം പറഞ്ഞാൽ ആർക്കും തന്നെ അറിയില്ല. തെരച്ചില് ഇപ്പോ രാത്രി അവർ തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യജീവന് ഇത്രയും വിലയേ ഉള്ളോ? സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും? ഒരിക്കലും ചെയ്യത്തില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് ചെയ്യത്തില്ല. കാരണം ആ ഒരാളെ കണ്ടെത്തുന്നത് വരെ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തും. അത് എത്ര പാതിരാത്രിയാണെങ്കിലും അത് നടത്തുക തന്നെ ചെയ്യും. പക്ഷെ ഇപ്പോ കർണാടകയില് ഈ ചെറുക്കനെ കണ്ടുപിടിക്കുന്ന ആ ഒരു സുരക്ഷ, അതായത് രക്ഷാ പ്രവർത്തനങ്ങൾ ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. കേൾക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. കാരണം ആ ഒരു കുടുംബവും ആ ഒരു നാടും ഈ കേരളം മൊത്തം കാത്തിരിക്കുകയാണ് ആ ഒരു ചെറുപ്പക്കാരന്റെ ഒരു വാർത്ത അറിയാൻ വേണ്ടിയിട്ട്. ആ ഒരു ചെറുപ്പക്കാരൻ ഉണ്ട്, ജീവനോടെ ഉണ്ട്. ഒരു ആപത്തും കൂടാതെ ആ ഒരു ചെറുപ്പക്കാരൻ എത്തി എന്നുള്ളൊരു വാർത്ത അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള മലയാളികൾ കാത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുടുംബം ഇപ്പോഴും വിശ്വസിക്കുകയാണ് അവൻ തിരിച്ചു വരും, അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അവൻ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആ ഒരു അച്ഛനും പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞ ആ ഒരു കുടുംബം എത്രത്തോളം അവര് സത്യം പറഞ്ഞാൽ അവര് മനസ്സിൽ നല്ല ശക്തിയോടുകൂടി തന്നെയാണ് അവര് ആ ഒരു കുടുംബം ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്റെ മകൻ വരും, അല്ലെങ്കിൽ തന്റെ ഭർത്താവ് വരും എന്നുള്ള ആ ഒരു കുഞ്ഞു മോൻ വരെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് സങ്കടം തോന്നുന്നു. ഈ കർണാടകയിലുള്ള ആ ഒരു സർക്കാരിന്റെ ആ ഒരു അനാസ്ഥ മൂലമല്ലേ ഇന്ന് ആ ഒരു ചെറുപ്പക്കാരനെ ഇത്രയും ദിവസമായിട്ടും രക്ഷിക്കാനാകാതിരുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായി ആ ഒരു സമയം തന്നെ വേണ്ട രക്ഷാപ്രവർത്തകരും എല്ലാം എത്തി തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തിയേനെ. പക്ഷെ അവരതിൽ അനാസ്ഥ കാണിച്ചു. കാരണം അവര് ചെയ്തത് അതൊരു റോഡായിരുന്നു. അവിടെ വണ്ടി പോകാൻ അതായത് വണ്ടി പോകാൻ വേണ്ടിയിട്ട് ആ ഒരു റോഡിലെ മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റി. പക്ഷെ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുത്തതാണ്, ഒരു വണ്ടി ഇതുപോലെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്, ഒരാളുണ്ട് എന്നൊക്കെയുള്ള പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ അതിന്റെ വേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു മുൻകരുതലുകൾ എടുത്ത് രക്ഷാപ്രവർത്തനം അന്നേ ഊർജിതമായിട്ട് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ആ കുടുംബത്തിന് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. അവർക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടിയേനെ. ഇപ്പൊ ആ കുടുംബവും അവരും ഭയങ്കര വിഷമത്തിലാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇതിന് നമ്മുടെ കേരളത്തിലുള്ള മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല? കാരണം നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു ഒരു പയ്യനാണ് ഈ ഒരു അവസ്ഥയുണ്ടായി അന്യ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു അപകടത്തിൽ പെട്ട് ഇത്രയും 5 ദിവസമായി, ഒന്നും രണ്ടും അല്ല, 5 ദിവസമായി ആ ഒരു ചെറുക്കൻ ആ ഒരു മണ്ണിന് അടിയിൽ പെട്ടിട്ട്. എന്താണ് അവസ്ഥയെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോഴും ഒരു GPS കണ്ടു, അല്ലെങ്കിൽ എന്തോ ഇരുമ്പിന്റെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിന് എന്താ പറയാ, അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ഇതിന് വേണ്ട മുൻകൈ എടുത്ത് അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുത്ത് കൂടുതൽ സൈന്യത്തെ അങ്ങോട്ട് വിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരിപ്പോഴും എന്താ പറയുക, കർണാടക സർക്കാരാണെങ്കിൽ അവര് പറയുന്നത് ഇതൊരു ഡ്രൈവർ അല്ലേ എന്നാ. കാരണം അവരത്രേ ആ ഒരു മനുഷ്യന് അവര് വില കൊടുക്കുന്നുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എന്താ പറയുക, ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് വേണ്ട സേനകളെ നിയമിക്കേണ്ടതായിരുന്നു. അവരത് ചെയ്തില്ല. ഇപ്പൊ ഇന്ന് ഈ കേരളം മൊത്തം കണ്ണീരോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ആ കുടുംബത്തിനൊപ്പം നമ്മളും വിശ്വസിക്കുകയാണ് ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു വരും. കാരണം അവൻ കുഞ്ഞിലേ മുതൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ഓരോ അപകടങ്ങൾ കേൾക്കുമ്പോൾ പേടി തോന്നുക. കാരണം ആ ഒരു കുടുംബത്തിന്റെ ഒരു അത്താണി എന്ന് പറയുന്നത് ആ ഒരു മകനായിരുന്നു അർജുൻ എന്ന് പറയുന്ന. ഒരു ഭാര്യയും ഒരു കുഞ്ഞു മോനും ഉണ്ട്.
അപ്പോൾ അവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ ചെറുക്കൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ബെല്ല് കേട്ടു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും സുരക്ഷിതനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ വേണ്ടപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ഇവരെല്ലാവരും ഒരു മുൻകൈ എടുത്ത് ഇറങ്ങുക. കാരണം ആ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇത്രയും ദിവസമായി എന്താണ് അവസ്ഥയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിനാവശ്യപ്പെട്ട സേനകളെ ഇറക്കി, രക്ഷാപ്രവർത്തകരെ ഇറക്കി എത്രയും പെട്ടെന്ന് ആ ഒരു രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടത്തി എത്രയും പെട്ടെന്ന് ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കട്ടെ. ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത. ആ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ ആ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചെത്തുന്ന ആ ഒരു വാർത്ത നമ്മുടെ കേരളത്തിൽ അറിയുമ്പോൾ ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ, ഈ ചെറുക്കനെ എന്തെങ്കിലും തുമ്പുകളോ അല്ലെങ്കിൽ ഉടനെ തന്നെ കണ്ടെത്താനുള്ള എന്തെങ്കിലും നിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് കിട്ടിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഫുൾ ടൈം നമ്മൾ വാർത്താ ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഇന്നത്തെ തെരച്ചിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു. കാരണം രാത്രിയായില്ലേ. കാരണം ആ ഒരു മനുഷ്യജീവന് അത്ര വിലയെ അവിടെ ഉള്ള ആൾക്കാർ കൽപ്പിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു തെരച്ചിൽ നിർത്തി വെക്കാൻ പാടില്ലായിരുന്നു. തെരച്ചിൽ മുന്നോട്ട് പോകണമായിരുന്നു. അതിന് കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരെ ഇതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ നിർത്തണമായിരുന്നു. അപ്പോൾ അവിടെ കർണാടക സർക്കാരാണെങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സർക്കാരാണെങ്കിൽ പോലും ഇതിനൊരു മുൻകൈ എടുക്കുന്നില്ല. ആ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥയൊന്ന് ആലോചിക്കണം. ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ. അവര് സത്യം പറഞ്ഞാൽ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കായിരിക്കും അല്ലെ. നമ്മൾ കേരളം മൊത്തവും ആ ഒരു കുടുംബവും അവരുടെ നാട്ടുകാരും ബന്ധുക്കാരും വീട്ടുകാരും ഈ കേരളം മൊത്തവും നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ആ ഒരു ചെറുക്കനെ തിരിച്ച് കിട്ടിയെന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വാർത്ത എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എത്തട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും. നമുക്ക് അതിനെ പറ്റുള്ളൂ. എന്തായാലും നാളെയെങ്കിലും ഇതിന് വേണ്ടപ്പെട്ട നമ്മുടെ സർക്കാർ, അതായത് കേരള സർക്കാർ ഇതിന് വേണ്ട ആൾക്കാരെ നിയമിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ജീവൻ രക്ഷിച്ചെടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതായത് നമ്മുടെ ഈ മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത മന്ത്രി ഇവരൊന്നും എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അവര് മുന്നോട്ട് ഇറങ്ങുന്നില്ല? അവരെന്തുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് അവർ കാണുന്നില്ല? അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ നമ്മുടെ മുഖ്യമന്ത്രിയും ഇവരൊക്കെ കാണിക്കുന്നത് തെറ്റല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ആ ഒരു ചെറുക്കന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിന് അവർക്ക് സമാധാനവും ക്ഷമയും ദൈവം കൊടുക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.